എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ ഞാൻ താഴെ വന്നപ്പോൾ ഈ ഒരു വെളിച്ചം ഇത്രയും വെളിച്ചമുള്ള സമയത്താണ് താഴെ വന്നത്. കാരണം തലേന്ന് നമ്മൾ റൂബിക്ക് വയ്യാഞ്ഞിട്ട് മോളിലല്ലേ പോയി കിടന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ മോളിൽ കിടന്നുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 6:30 മണിയോട് കൂടിയിട്ടാണ് താഴേക്ക് വന്നിട്ടുണ്ടാകുന്നത്. അപ്പോഴത്തെ ആ ഒരു വെളിച്ചം അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ട് കണ്ട് എഴുന്നേക്കാൻ പറ്റാഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒന്നാമത് AC ഇട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഡോറ് തുറക്കാതെ അതിനകത്ത് തന്നെ ഞാൻ ഇരുന്ന്, അതുകൊണ്ട് ചുറ്റുമൊന്നും കണ്ടതുമില്ല. എല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ഏകദേശം ഈ സമയമായിട്ടുണ്ട്. അങ്ങനെ വേഗം വീഡിയോൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസം തന്നെ ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടാകുന്നത്. അങ്ങനെ നമ്മളുടെ ചോപ്പർ എടുത്ത് അതിനകത്തേക്ക് സവാള ഇട്ട് ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത്, പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും ബാക്കിയുള്ള സവാളയും കൂടി ഒന്നിച്ചിട്ടിട്ട് എല്ലാം കൂടി ചോപ്പ് ചെയ്ത് അങ്ങനെ വേഗം പണി കഴിഞ്ഞിട്ടാണ്. നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ പരിചയത്തിലും ബന്ധത്തിലുമൊക്കെയുള്ള ആളുകളെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിശുക്കരായ കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലും പരിചയക്കാരുടെ കൂട്ടത്തിലുമൊക്കെ. അപ്പോൾ അങ്ങനെ ഈ പിശുക്കരായ ആളുകളുടെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്പാദ്യശീലമുള്ളവരായിരിക്കും. സമ്പാദ്യശീലമുള്ളവർക്ക് ഒരിക്കലും പൈസ ചെലവഴിക്കാൻ തോന്നാറില്ല. ഈ സമ്പാദ്യശീലമില്ലാത്തവർ നല്ല രീതിയിൽ പൈസ എറിഞ്ഞ് ജീവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഒരുപാട് പണക്കാരായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. ഒട്ടും തന്നെ പൈസ ചിലവാക്കാത്ത ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് പണക്കാരായിരിക്കുക. കാരണം അവർക്ക് സമ്പാദ്യത്തിൻ്റെ ആ ഒരു കണക്ക് നോക്കിയിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇത്രയും രൂപ സമ്പാദ്യം വന്ന് അപ്പോൾ അതിനകത്ത് നിന്ന് 1 രൂപ പോലും എടുക്കില്ല. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയൂലേ. കാരണം അത് കാണുമ്പോഴാണ് അവർക്ക് ആനന്ദം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനകത്തേക്ക് കൂടുതൽ ഇടാനേ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള ചിലവുകളെല്ലാം അവർ മാക്സിമം പിടിച്ച് വെച്ച് വായു ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജീവിച്ച് തുടങ്ങും. അതാണ് ഈ സമ്പാദിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു സ്വഭാവ രീതിയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഈ സമ്പാദിച്ച് കൂട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്നില്ല ഇതൊക്കെ നമുക്കുള്ളതല്ല എന്നുള്ളത്. നമ്മൾ കുറച്ച് നാൾ മാത്രമേ ഇത് കയ്യിൽ വെക്കുള്ളൂ. പിന്നെ നമുക്കൊരു പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിലേക്കാണ് ഇത് പോവുക. കാരണം നമ്മളുടെ തലമുറകൾ അങ്ങോട്ട് 2-3 തലമുറകൾ അങ്ങോട്ട് കഴിഞ്ഞ് ഇതൊക്കെ മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ ഇതൊക്കെ ആരാണ്, നമ്മൾ ഈ പണം ഉണ്ടാക്കി കൊടുത്തവരാരാണെന്ന് പോലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാനേ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് സത്യം. പക്ഷേ ആ സത്യങ്ങളൊന്നും നോക്കാതെയാണ് എല്ലാവരും പണത്തിൻ്റെ പിറകെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ 6:30 മണി ആ ഒരു സമയത്തൊക്കെ എന്തൊരു കിളികളുടെ കളകളാരവണല്ലേ, എന്ത് രസമാണ് കേൾക്കാൻ. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി ഞാൻ 1-2 തവണ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല രസം കേൾക്കാനായിട്ട്. അപ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോഴേക്കും ഇരുട്ടത്ത് അത്രയും ഉണ്ടാവില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് ഒരു 6:30 മണി 6:30 നല്ല ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ഞാനിടയ്ക്ക് ഒന്ന് പോയി ആ ഒരു ശബ്ദമൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരും കേട്ടോ. എനിക്കത് വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. കാരണം നമ്മളുടെ ഇവിടെ മരങ്ങളുള്ളതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ സിറ്റിയിൽ ഇങ്ങനെയുള്ള കിളികളുടെ ആരവമൊന്നും കേൾക്കില്ല. കാരണം കിളികൾക്ക് ഇരിക്കാനും താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് മരങ്ങളാണ്. ഡിഫൻസിൻ്റെ ആ ഒരു ഏരിയ ചെയ്തുകൊണ്ട് തന്നെ അവിടെ മരങ്ങളങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നമ്മളുടെ ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് മരങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ പോർച്ചുഗീസുകാരൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുന്ന വലിയ മരങ്ങളങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അതുമൊക്കെ നമ്മളുടെ ഇവിടുത്തെ ഈ ടൂറിസം ഉള്ളതിൻ്റെ ആ ഒരു ഹെറിറ്റേജിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് കിളികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇതുപോലെ കിളികളുടെ ആരവമൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റിയിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ മല്ലിപ്പൊടിയാണ് ഇത്തിരി കൂടുതൽ ഇട്ടേക്കണത്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്നുകൂടി കിടന്ന് ഒരു 10 മിനിറ്റ് കിടന്ന് വേകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുക. അതിനുശേഷം നമ്മൾക്ക് അതിനകത്തേക്ക് കുറച്ച് പശുമ്പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടി വഴറ്റാട്ടാ. ഇപ്പം എൻ്റെ കയ്യിൽ തക്കാളി ഇല്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വീണ്ടും വന്നതാണ്. കിളികളുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും അങ്ങനെ പുറത്തേക്ക് വീണ്ടും വന്നതാണ്. അപ്പോൾ ഈ കറിയുടെ അകത്ത് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിലും ഒഴിക്കാം, പശുമ്പാൽ ഒഴിക്കാം. രണ്ടിനും 2 ടേസ്റ്റാണ്. എനിക്കിഷ്ടം പശുമ്പാൽ ഒഴിക്കുന്നത് തന്നെയാണ്. ചില കറികൾക്ക് പശുമ്പാലും ചില കറികൾക്ക് തേങ്ങാപ്പാലും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്നതിന് തേങ്ങാപ്പാലിടണമാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ
ഞാൻ പറയാറില്ലേ, വെളിച്ചെണ്ണ ഇവിടെ അധികം അങ്ങോട്ട് ഉപയോഗിക്കില്ല. മീൻ കറി, മീൻ വറുത്തതിനാണ് വെളിച്ചെണ്ണ സാധാരണ ഉപയോഗിക്കണം, മുട്ട പൊരിക്കാനും. അല്ലാതെ വേറെ ഇതിന് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇതിന് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ് ഇട്ടേക്കണത്. അതിപ്പോൾ അതിനകത്തേക്ക് തേങ്ങാപ്പാലിന് പകരം ഈ ഒരു പശുമ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് എല്ലാവർക്കും ഒക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചില ചിക്കൻ കറിയിൽ നമ്മൾ പശുമ്പാൽ ഒഴിക്കും, അതും ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ സ്റ്റാൻഡ് മിക്സറിലേക്ക് ഒരു 3 കപ്പ് പൊടിയും ഒരു 1.25 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി ഓയിലും ഉപ്പൊക്കെ ചേർത്ത് അത് വേഗം കുഴച്ചെടുത്തിട്ടാ. 3 മിനിറ്റൊന്നും ആയില്ല, അതിന് മുമ്പ് തന്നെ കുഴച്ച് ഈ പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് വേറെ കാര്യത്തിന് പോകാം. അതവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചേക്കും. അപ്പോൾ അതൊന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി കറി നമ്മൾ മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ ഈ അഗാരോൻ്റെ എഗ് ബോയിലറും അടിപൊളിയാണ് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ തന്നെ എല്ലാം കൊണ്ടൊന്ന് വെക്കണത്. അപ്പോൾ ഇത് പിന്നെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇത് എഗ് ബോയിലറിൻ്റെ പിന്നെ കുത്തണം. അതൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി ഒരു സ്ഥലത്ത് തന്നെയാണ് കുത്തണത്. ഇപ്പം നമ്മളിത് സ്റ്റാൻഡ് മിക്സർ സ്ഥിരമായിട്ട് അവിടെ തന്നെ വെച്ചേക്കണതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. എന്തോ സ്റ്റാൻഡ് മിക്സർ എനിക്ക് അവിടെ നിന്ന് മാറ്റാൻ തോന്നിയിട്ട് എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സാധനം. കാണാനും നല്ലൊരു ഭംഗിയാണ് കിച്ചണിൽ. അപ്പോൾ എഗ് ബോയിലറിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ അതിനൊരു മെഷറിങ് കപ്പ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് ഈ മുട്ടയുടെ ആ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാനുള്ള പിന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് മെഷറിങ് കപ്പ്. അപ്പോൾ അതിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക. കാരണം സോഫ്റ്റായിട്ടുള്ള എഗ് ഉള്ളിൽ സോഫ്റ്റായിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം കണക്ക് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വെള്ളം അളന്നെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ വേറെ കാര്യത്തിന് പോകാം. അതവിടെ കറക്റ്റ് സമയത്ത് അത് ഓഫായി കിടക്കും. അപ്പോൾ അത് ഓട്ടോ കട്ടായല്ല, പിന്നെ നോക്കണ്ടല്ല എന്ന് ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവിവെള്ളം വീണിട്ട് വീണ്ടും അത് വർക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലഗിൻ്റെ അത് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേക്കാം. അപ്പോൾ പാലും കൂടി ഒഴിച്ചിട്ട് അത് തീ ഓഫ് ചെയ്തിട്ടാ പിന്നെ നല്ല കുറുകിയിട്ട് അത് വരെയും ചെയ്യും. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെയും അതിരുന്നിട്ട് കറ ഇളകാതിരിക്കാൻ വേണ്ടി ഞാൻ വേറെ ബൗളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചപ്പാത്തി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ മുട്ട ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാവധാനം അതിരുന്ന് തണുക്കട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പൊളിച്ചെടുക്കാം. ഇപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് അതവിടെ സാവധാനം അത് ആവിയിൽ തന്നെ ഇരുന്നിട്ട് വെന്തോട്ടെ. പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് മാത്രം മുട്ട ഒന്ന് പൊളിച്ചെടുത്താൽ മതിയല്ല. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടാണ്. അപ്പോൾ ചപ്പാത്തി വലിയ വലിയ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ 2 ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഒരു ചപ്പാത്തിമേൽ പണി കഴിയും. ഒന്നാമത് ഭയങ്കര ചൂട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് പറ്റണില്ല ഇപ്പം. അതുകൊണ്ട് തന്നെ പാചകമൊക്കെ വളരെ കുറവാണ്. വീഡിയോ ഒക്കെ വളരെ എനിക്ക് ഒരു തൃപ്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലുള്ള എല്ലാ വീഡിയോ എടുത്തത്. കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് കൂടി നിൽക്കുകയാണ്. പല പരിപാടികളും മനസ്സിൽ ചിന്തിച്ച് വെക്കും, പക്ഷേ ഒന്നും നടക്കില്ല. കാരണം നമ്മൾ തളർന്നു പോകണ ഓരോ കാര്യങ്ങളും കണ്ട് ചെയ്ത് തീരുമ്പോൾ തന്നെ ഇനി അടുത്തൊരു കാര്യം ചെയ്യാനും നമുക്ക് തോന്നൂല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും അധികം അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇന്നാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ റയൻ വന്നില്ല. കാരണം മോളിൽ കിടന്ന് ഇറങ്ങണോണ്ട് റയൻ മോളിൽ കിടന്ന് ഉറങ്ങണേണ്. റയൻ താഴേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവൻ അറിഞ്ഞതുമില്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സ്മെല്ലൊക്കെ കേട്ടാൽ ആളപ്പം തന്നെ ഓടി വരും, എന്നെ എന്താ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തീർത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ, നീ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് നിൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കില്ല കേട്ടോ, 2 എണ്ണം മാത്രം. ഇപ്പോൾ രാത്രി ഉച്ചക്കൊക്കെ ആണെങ്കിൽ ചിക്കൻ കറിയെ കൂട്ടി ചപ്പാത്തി ആണെങ്കിൽ ഒരു 5-6 ചപ്പാത്തിയൊക്കെ ആൾ കഴിക്കട്ടെ. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ 2 കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചപ്പാത്തിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതും ഓഫ് ചെയ്ത് ഇപ്പോൾ മുട്ട ഒന്നും അത്ര ചൂട് കുറഞ്ഞിട്ടില്ല, നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും തൊണ്ട് നല്ല ക്ലിയറായിട്ട് വിട്ടുപോരും കേട്ടോ. നമ്മൾ സാധാരണ വേവിക്കുന്നതിനേലും എളുപ്പത്തിലാണ് ഇതിൻ്റെ തൊണ്ടൊക്കെ വിട്ടുപോകുന്നത് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കൈ പൊള്ളുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും നല്ല പെർഫെക്റ്റായിട്ട് തൊണ്ടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മുടെ പുതിയ മീൻകാരൻ എന്നെ വിളിച്ചതാണ് ഫോണിൽ, മീൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാതെ ഇങ്ങോട്ട് വരണ്ട, കാരണം എനിക്കത്ര ഒരു തൃപ്തിയില്ല മീൻ മേടിക്കാനായിട്ട്. പിന്നെ ഗതികെട്ടാൻ മേടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിച്ച് ഞാൻ വിളിക്കാതെ ഇങ്ങോട്ട് വരണ്ട, വെറുതെ എന്തിനാണ് വന്ന് നേരം കളയണത്, അയാൾക്ക് വേറെ സ്ഥലത്ത് പോയി വിൽക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അയാളോടും മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്ന് ബാക്കി കാര്യങ്ങളും ചെയ്ത് 2 മുട്ട നമ്മുടെ റൂബിക്കുഞ്ഞിനും 3 മുട്ട ഞങ്ങൾക്കും. അപ്പം നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും റൂബിക്കുഞ്ഞിനും കൂടി ആ ഒരു സമയത്ത് മുട്ട പുഴുങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ കറി കണ്ട നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമ്മുടെ ചോപ്പറിലിട്ട് നല്ല
ചെറിയ ഇതായിട്ട് തരി പോലെ ആക്കിയെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് ഇരിക്കണമായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കറിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് 8:45 ആകാൻ പോകുന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നവിടെ ഇരുന്ന്. അപ്പോൾ പപ്പക്കുള്ളത് എടുത്ത് വെച്ചെങ്കിലും പപ്പ കഴിക്കാൻ നേരമായിട്ടില്ല, അങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ റൂബി കണ്ട താഴെ വന്ന് കിടക്കണേണ്. ഭയങ്കര ചൂടിൻ്റെ ഒരു എന്തെന്നാ ആലസ്യമൊന്ന് ആ സംഭവം. അവളെപ്പോഴും തളർന്നൊടിഞ്ഞിങ്ങനെ കിടക്കലാണ് കേട്ടോ. അങ്ങനെ അവളെയും കൊണ്ട് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ കാലിൻ്റെ കീഴിൽ വന്ന് കിടക്കണതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോൻ്റെ തംബ്നെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് ചെയ്യണേണ്. അപ്പോൾ അതും ചെയ്യാം. റൂബിക്ക് ഒരു ആശ്വാസമായി. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഫാൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു തണുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി കിടക്കാമെന്നുള്ളൊരു പരിപാടിയിൽ നിൽക്കണേണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് തന്നെ ഉറക്കം ശരിയാവണില്ല. ഓരോ തടസ്സങ്ങൾ വന്ന് നമ്മൾ ഉറക്കം വിട്ട് ഉറക്കം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, നന്നായിട്ട് ഉറങ്ങണം എനിക്ക്. പക്ഷേ ഇപ്പോൾ റൂബിക്ക് വയ്യാതെ നമ്മൾ അവളെ കഴിഞ്ഞ ദിവസം മുകളിൽ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ ഉറക്കവും പോയി. പിന്നെ നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കിടക്കണത് ഉറങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല. അധികം നേരം അങ്ങനെ കിടന്നാലും ഉറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉറക്കമില്ലാതെ കുറേ ദിവസമായിട്ട് തന്നെ ഉണ്ടെന്ന് വേണം പറയാം. അപ്പോൾ ഇന്നും കൂടി എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ എൻ്റെ മെമ്മറി തന്നെ പോയിക്കൊണ്ടിരിക്കണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ റയൻ്റെ അടുത്ത് പറഞ്ഞു, റയനെ ഞാൻ ചോറ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാൻ പോണേണ് എന്ന് പറഞ്ഞു. അപ്പോൾ റയൻ പറഞ്ഞു, താൻ ഉറങ്ങിക്കോ, ബാക്കി എന്ത് എന്നാലും ഞാൻ നോക്കിക്കോളാം, ഫോൺ വന്നാൽ അറ്റൻഡ് ചെയ്യലൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു വാക്കത്തി ഉണ്ടല്ലോ, അത് ഇത്തിരി ഇങ്ങനെ തുരുമ്പെടുത്തിരിക്കണായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയൊന്നുമില്ല. കിടന്ന ഉടനെ തന്നെ നമ്മുടെ റൂബിക്ക് വെച്ച് വീണ്ടും അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി, ചൂടിൻ്റെത് എന്തൊക്കെയോ. അങ്ങനെ പിന്നെ റയനെയും കൂടി ഞാൻ വിളിച്ച് റയനും വന്ന്. അപ്പോൾ പപ്പ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പാലാരി വട്ടം വരെ പോകണം. അതും ഡോക്ടർ ഉണ്ടാകുന്ന അന്വേഷിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ എന്നെ കാണിച്ചിട്ട് കാര്യമില്ല, അവളെ നോക്കുന്ന ഡോക്ടറെ നയിക്കണം. അപ്പോൾ ഒന്നാമത് വിഷുവിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുമൊക്കെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ തടകി വയറും ഇതൊക്കെ ഇങ്ങനെ തടകി കൊടുത്തോണ്ടിരുന്ന് അങ്ങനെ അവൾ കിടന്ന് ഉറങ്ങിയേട്ടാ. പിന്നെ ഞാൻ കുറച്ച് നേരം, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നേരം കൂടി കിടന്ന് ഏകദേശം 1 മണിയായപ്പോഴത്തേക്കാണ് കിച്ചണിലേക്ക് വന്നിട്ട് മീൻ പുരട്ടി വെച്ചതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടാകുന്നല്ല, അതൊന്ന് വറുത്താൽ മതിയായിരുന്നു. പിന്നെ ഒരു ചാറില്ലല്ല, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ചെമ്മീൻ ചാറ് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ചെമ്മീൻ ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഓട്ടുപുളി, അപ്പോൾ ആരോ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തോട്ടുപുളിയെന്ന് അല്ലേ, ഞങ്ങൾക്ക് തോട്ടുപുളിയെന്നാണ് പറഞ്ഞത്, നിങ്ങളത് ഓട്ടുപുളിയെന്ന്, അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. ഓട്ടുപുളിയെന്നാണ് ഇവിടെ പറയുക. ഓട്ടുപുളിയെന്ന് തന്നെയാണ് കടകളിൽ എഴുതി വെച്ചേക്കുന്നതും ബോർഡിലൊക്കെ എഴുതി വെക്കുന്നത് ഓട്ടുപുളിയെന്ന് തന്നെയാണ്, തോട്ടുപുളിയെന്നല്ല. തോട്ടുപുളിയെന്ന് പറയുന്ന സ്ഥലം വേറേതായിരിക്കാം, നമ്മളിവിടെ ഓട്ടുപുളിയാണ്, എന്നാണ് പറയുക. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഓട്ടുപുളി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് നമ്മൾ മീൻ കറിയുടെ ചാറുണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ തേങ്ങയും മുളകും മഞ്ഞളും പിന്നെ പേരിനൊരിത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അരച്ചിപ്പിട്ടത്. പിന്നെ പച്ചക്ക് തന്നെ ഇവിടെ ചെറിയുള്ളി ഇങ്ങനെ കടിച്ച് തിന്നണത് ഇഷ്ടം, ഇതിനകത്ത് ഇടുന്ന് വേഗണത്. അതുകൊണ്ട് ഇതിൽ വലിയ പീസായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളകും. പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ സാധനം, ഈ ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ അങ്ങനെ ഞാനിത് വേണ്ടതെന്ന് ഉള്ള ഒരു സംശയത്തിൽ നിന്നുകൊണ്ട് ചെമ്മീൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐസ് ബ്ലോക്ക് പോലെ തന്നെ എടുത്ത് ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ അതേതായാലും ഐസൊക്കെ മാറി വരാൻ ഇത്തിരി ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ചട്ടിയാണെന്നുണ്ടെങ്കിൽ അകത്തുണ്ടാകുന്ന ചട്ടിയിൽ തന്നെ അങ്ങോട്ട് വെച്ച്, കാരണം കറിച്ചട്ടി പുറത്ത് കൊണ്ട് വെച്ചേക്കണായിരുന്നു. അത് കഴുകി എടുക്കണ്ടല്ല എന്നുള്ളൊരു മടിയിൽ ഈ പാത്രം കഴുകി അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എടുത്ത്, അത് ആപത്തായിപ്പോയി. ഇപ്പോൾ സ്പേസ് ഇല്ല മുകളിലോട്ട്. അപ്പോൾ എന്താണ്, ഞാനിത് വെച്ചിട്ട് ആ ഒരു തണുപ്പൊക്കെ മാറി വരണ്ടേ എന്ന് വിചാരിച്ച് 2 പാത്രം കഴുകാൻ അപ്പുറത്തേക്കൊന്ന് നീങ്ങിയതാ, ഇത് തിളച്ച് താഴേക്ക് പോയി. അപ്പോൾ അതെനിക്കൊരു വിഷമമായി. അത് ഞാൻ പോകരുതായിരുന്നു എന്ന് തോന്നി. ഇങ്ങനെ നമുക്ക് പറ്റുമല്ലേ, ഇടക്ക് പാലാണ് സാധാരണ ഇങ്ങനെ പോണത്. ഇതിപ്പോൾ ഈ പാത്രത്തിൻ്റെ അളവ് ചെറുതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചാടിപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പിന്നെ അത് മൂടി വെക്കാതെ കുറച്ച് നേരം തുറന്ന് വെച്ച് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പതിയൊന്ന് ഇത്തിരി ഹാഫായിട്ടൊന്ന് മൂടി വെച്ച് തിളച്ച് പോകാതിരിക്കാനായിട്ട്. കാരണം ചെമ്മീനൊക്കെ വെന്ത് ചെറിയുള്ളിയൊക്കെ വെന്ത് വന്നു. പിന്നെ മീൻ വറുക്കലും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയും
ഇത് വേപ്പിലേക്ക് നല്ല രീതിയിലൊന്ന് ഡാർക്ക് കളറാകുന്നത് വരെ വഴറ്റിയിട്ട് ഇതിൻ്റെ മീതയിലിടുന്നതാണ് ടേസ്റ്റ്. പക്ഷേ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ വിചാരിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ പച്ച വെളിച്ചെണ്ണ എന്താണ് ഒഴിച്ചത്, മറ്റേതെന്താ ചെയ്യാത്തതെന്ന് ഇവിടെ ആരും എന്നോട് ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭയമില്ല. അതുകൊണ്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് ഓഫ് ചെയ്ത്. ശരിക്കും താളിച്ചിടുമ്പോഴാണ് അതിന് ടേസ്റ്റ്. താളിച്ചിട്ടത് കൊണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്നും ഇവിടെ ആരും പറയൂല. അപ്പോൾ അതും പിന്നെ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പോയി എന്നൊന്നും ആരും പറയൂല. ആരാണ് പിന്നെ ആരാണപ്പാ നോക്കാം നമുക്ക്. അവന്മാര് അങ്ങനെ നമ്മൾ മീൻ വറുത്തതും ചെമ്മീൻ ചാറൊക്കെ കൂട്ടി നല്ല ടേസ്റ്റായിട്ട് ഊണൊക്കെ കഴിച്ചു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ ഡോഗുകളെല്ലാം കൂടി കിടന്നിട്ട് ഭയങ്കര ഓലിയിടലായിരുന്നു. കാരണം അവർ പേടിച്ചിട്ട് ഓലിയിടുന്നതാണ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മളുടെ ഡിഫൻസ് ചെയ്യുന്ന ഈ അപായ മണി മുഴങ്ങും, മറ്റേ സൈറൺ അടിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ ഇവർ പിന്നെ ഓലിയിടലാണ്. അത് കേട്ടാൽ നമ്മുടെ റൂബി ഓലിയിടലാണ്. പിന്നെ അപ്പുറത്തെ ഡോഗ് ഉണ്ടെങ്കിൽ അത് കേട്ട് അത് ഓലിയിടും. അങ്ങനെ കൂട്ടത്തോടു കൂടിയുള്ള ഒരു ഓലിയിടലാണ് ചില സമയത്ത്. അപ്പോൾ അടുത്ത വീട്ടിലെ ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ പേടിയങ്ങ് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണിപ്പോൾ കേട്ടത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയൊക്കെ ഇപ്പോൾ ഇടൽ കുറവാണ്. ഇപ്പം മാങ്ങ ഉള്ളതുകൊണ്ട് ഇതെനിക്ക് ജാൻസി കൊണ്ടുവന്ന മാങ്ങയാണ്. വീണ്ടും ജാൻസി മാങ്ങ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻസി മാങ്ങ തന്നെ, വീണ്ടും ജാൻസി തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ നാടൻ മാങ്ങ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഷെയ്ക്ക് ആക്കാം. അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചേട്ടാ ഷെയ്ക്ക് അടിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അടിച്ചൊന്നു പറഞ്ഞു. പിന്നെ ചെനച്ചത് 2 ഉണ്ടായിരുന്നു, അതും ചെത്തിയിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും റയൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പഴുത്ത മാങ്ങയാണ് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ഇത് ഷെയ്ക്ക് അടിച്ചത് കേട്ടോ. അപ്പോൾ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തന്നെ അടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മാങ്ങക്ക് അധികം അങ്ങോട്ട് മധുരമില്ല. അപ്പോൾ ഇത്തിരി പഞ്ചസാര വേണം. അപ്പോൾ അതായത് ഇന്ന് വൈകുന്നേരം നമ്മൾ 3 ആളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്കും പപ്പക്കും ഒരു കല്യാണത്തിൻ്റെ അല്ല അത്താഴൂണ്. കല്യാണം ശനിയാഴ്ചയാണ് 18-ാം തീയതി. അപ്പോൾ ഇന്ന് അത്താഴൂണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എനിക്കും പപ്പക്കും പോകണം. അപ്പോൾ രാത്രി ഞങ്ങൾ 2 ആളും ഭക്ഷണം കഴിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ട്. ജോജി എന്നാണ് തോന്നുന്നു പേര് പറഞ്ഞ്, എനിക്ക് പേര് ജിജി എന്നാ ജോജി എന്ന് എന്തോ ഒരു പേര് പറഞ്ഞാൽ കൊച്ചി. അപ്പോൾ അത് വന്നിട്ട് എന്നെ കണ്ട് എല്ലാ വീഡിയോയും കാണും ചേച്ചി, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ, ഇന്ന് വരെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് എൻ്റെ അടുത്ത് ഒരുപാട് നേരം വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പോൾ പേര് വ്യത്യാസം വന്നാന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെയൊക്കെ നമ്മൾ പപ്പട കൂട്ടുകാരും ഞങ്ങളെല്ലാവരും നിന്നിട്ടൊക്കെ 2-3 ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോൺ കൊണ്ടാകത്തോണ്ട് അവിടുത്തെ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി. കാരണം അവർക്ക് അന്നത്തെ ആ ഡ്രസ് കോഡ് ക്രീമായിരുന്നു. അപ്പോൾ ഞാൻ അവരോടുകൂടി ചേർന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. താങ്ക് യു.